രാവിലെ കാപ്പികുടിയൊക്കെ കഴിഞ്ഞ് ഞാനും സജിയേട്ടനും കൂടെ മത്തയില പറിക്കാനായിട്ട് ഇറങ്ങിയതാണേ. നമ്മൾ കുറച്ച് മത്തയില പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അരിനെല്ലിക്കയാണേ. 2 ദിവസമായിട്ട് നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് എല്ലാം പൊഴിഞ്ഞ് നിലത്ത് വീണ് കിടക്കും കേട്ടോ. നമ്മളിത് ഇന്ന് പറമ്പിൽ കൂടെ നടന്നപ്പോൾ ചെറിയൊരു വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു തോരൻ വയ്ക്കാനൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അതോടെ ഒന്ന് പറിച്ചെടുത്ത് വൻപയറോട് ചേർത്ത് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഇത് കേയിലാണ്. കേയിലിൻ്റെയും കൂടെ 2 ഇല എടുക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെ സച്ചോട്ടൻ കോഴിക്ക് തീറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിത് നെല്ലിക്ക പറിക്കാനായിട്ട് പോവുകയാണേ. ഉള്ള നെല്ലിക്ക നമുക്ക് കളയാതെ പറിച്ചെടുക്കാമെന്ന് വെച്ചു കേട്ടോ. കൂടാതെ നിലത്തുമുണ്ട്. ഇത് ആകെ ഇത്ര നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചീര കറി വെച്ച് സച്ചോട്ടിന് ചോറ് കൊടുക്കാൻ പോവുകയാണേ. ചീരക്കറിയും വെച്ച് മോര് കറിയുണ്ട്, ബീഫ് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ വയനിട്ട് വെച്ചിരുന്ന ചാമ്പങ്ങയായിരുന്നു. 21 ദിവസമായി നമ്മൾ അതിൻ്റെ തെളി ഊറ്റി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് കുറച്ച് പഞ്ചസാര നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കളറിനും പിന്നെ കുറച്ച് മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അതും കൂടെ ഇതിൻ്റെ കൂടെ നല്ലവണ്ണം തണുത്ത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ ഇതുണ്ടോ നമ്മുടെ ആ പഴയ കളറൊക്കെ മാറി ഒരു ലൈറ്റ് മഞ്ഞ കളറിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിനകത്തേക്ക് ഒഴിച്ച് ഒരു 3 ദിവസം തെളി അടിയാൻ വയ്ക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പറിച്ച നെല്ലിക്കയും കൂടെ ഉപ്പിലിട്ട് വെക്കുവാണേ. നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ച കാന്താരിയുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചേക്കുക കേട്ടോ.